വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി വരികയാണ്. ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധമായി അസൈനാര് വിശദീകരിച്ചു കഴിഞ്ഞു. അതിദരിദ്രരുള്ള ഈ രാജ്യത്തിന്റെ അകത്ത്, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മളൊരു ബദൽ, ഒരു രാജ്യത്തിന് മാതൃകയാകുന്നത് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാകുകയാണ്. ഈ അതിദരിദ്രരുടെ ലോകം പരിശോധിക്കുമ്പോൾ അപ്പൊ 5000 രൂപയായി. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തൊഴിൽ തേടുന്ന പഠിക്കുന്ന ഏതെങ്കിലും 18-നും 30-നും ഇടയിലുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവന് 1000 രൂപ പെൻഷൻ, അവന് 1000 രൂപ ധനസഹായം കിട്ടും. അങ്ങനെ 6000 രൂപ നമ്മുടെ കേരളത്തിലുള്ള ഒരു വീട്ടിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ അകത്ത് ഏറ്റവും ആശ്വാസകരവും ആഹ്ലാദകരവുമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ കേരളം ദരിദ്രരെ വ്യക്തമായിട്ടുള്ള ഒരു കേരളമായി ഇന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിന്റെ പ്രത്യേകമായിട്ടുള്ള നിയമസഭാ സമ്മേളനം ചേർന്ന് ഇന്ന് കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന